പ്രഹസനങ്ങൾ നിർത്തുക, എത്രയും വേഗം KP യെ കൊണ്ട് കുഴിച്ചിടുക. ഇന്നലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച KP യോഹന്നാന്റെ മൃതദേഹം റോഡ് ഷോയുടെ അകമ്പടിയോടെ ഇന്നലെ രാത്രി 10 മണിയോടെ തിരുവല്ല ബലിവേഴ്സ് സഭ ആസ്ഥാനത്തെത്തിച്ചു. കാർഗോയിൽ പാഴ്സൽ കൊണ്ടുവരുന്നത് പോലെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന മൃതദേഹം പുറത്തെടുത്ത് അലങ്കരിച്ച വാഹനത്തിലേക്ക് മാറ്റി പാതിരിമാർ പ്രാർത്ഥന തുടങ്ങി. KP യെ കൊലപാതകത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവത്തിന് സാധിച്ചില്ലെങ്കിലും അവർ എന്തൊക്കെയോ നിന്ന് പ്രാർത്ഥിച്ചു. ഇവർ എന്നാപ്പൊട്ടാ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാപ്പൊട്ടുണ്ടാക്കാനാ എന്ന ഭാവത്തിൽ മൃതദേഹം കാണാമെന്നവർ അവരെ ദയനീയമായി നോക്കി. തങ്ങളുടെ സഭയുടെ മിഡിൽ സ്റ്റെമ്പ് തെറിപ്പിച്ച് ദൈവത്തോട് പാതിരിമാർ എന്തൊക്കെയോ നിന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. മൃതദേഹം പാഴ്സൽ കവർ പൊട്ടിച്ച് പുറത്തെടുത്ത് മേക്കപ്പ് ചെയ്ത് അലങ്കരിച്ച മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി തുടർന്ന് അലങ്കരിച്ച ആംബുലൻസിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തിരുവല്ലയിലേക്ക് പുറപ്പെട്ടു. സഖാവ് പന്തപ്പള്ളി പാതിരി ഒരു ചെറിയ ചമ്മലോടെ ആംബുലൻസിന്റെ സൈഡിൽ കയറി ഒതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ KP യോഹന്നാന്റെ മൃതദേഹം കാണേണ്ടുന്നവർക്ക് കാണുവാൻ അവസരമൊരുക്കിയിരുന്നു. ആത്മീയ വ്യാപാര മേഖലയിലെയും രാഷ്ട്രീയ മേഖലകളിലെയും ഒട്ടുമിക്ക എല്ലാവരും തന്നെ KP യോഹന്നാന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയിരുന്നു. അവർ പരേതനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ഭൂമിയിൽ ഇതുപോലൊരു പരിശുദ്ധൻ ജനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മാതിരി തള്ളിമറിക്കലുകളാണ് അവർ നടത്തിയത്. ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയുന്നവർക്കുള്ള KP മെമ്മോറിയൽ ഗപ്പിന് വേണ്ടിയുള്ള മത്സരം പോലെയായിരുന്നു അവരുടെ സംഭാഷണം. കാണേണ്ടിയിരുന്ന മറ്റൊരു കാഴ്ച, ഒരു പാതിരി KP യോഹന്നാന്റെ മൃതദേഹത്തിൽ അണിച്ചിരുന്ന കുപ്പായത്തിന്റെ ഒരു ഭാഗം ശവപ്പെട്ടിക്ക് വെളിയിലേക്ക് വലിച്ചു പിടിച്ച് വിശ്വാസികൾക്ക് മുത്തുവാൻ നൽകുന്ന കാഴ്ചയായിരുന്നു. കൊല്ലപ്പെട്ടിട്ട് 12 ദിവസം കഴിഞ്ഞ് ശവം വെച്ചിട്ടാണ് ഈ പരിപാടികൾ എന്നോർക്കണം. വണ്ടി കയറ്റിക്കൊന്ന KP യോഹന്നാന്റെ കൊലപാതകൾ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെടാത്ത മോന്മാരാണ് ശവം വെച്ച് ഈ പരിപാടികൾ കാട്ടിക്കൂട്ടുന്നത് എന്നോർക്കണം. അതുപോലെ എടുത്തു പറയേണ്ടുന്ന കാര്യം, KP യോഹന്നാന്റെ മൃതദേഹം കൊണ്ടുവന്നത് മുതൽ ഇതുവരെ സഹോദരൻ KP പുന്നൂസിനെയും കുടുംബാംഗങ്ങളെയും കാണുവാനില്ല. സകല പരിപാടികളും നടത്തുന്നത് സഭയുടെ നൈറ്റിധാരികളാണ് എന്നതാണ് ശ്രദ്ധേയം. KP യോഹന്നാന്റെ ശവോടക്ക് നാളെ രാവിലെ 11 തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് നടക്കും. കൊല്ലപ്പെട്ട യോഹന്നാനെ കാണുവാൻ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. KP യോഹന്നാന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നുവെന്നാണ് ഗവർണർ പറഞ്ഞത്. വചനം വിറ്റ് ചാരിറ്റിയുടെ ഫണ്ട് മടിച്ചു മാറ്റി സ്വത്തുക്കൾ കൈമോശം സംഭവിക്കാതിരിക്കുവാൻ ഒരു സഭയും തട്ടിക്കൂട്ടി ഒടുവിൽ പെടുമരണമടഞ്ഞ ഒരു തീവട്ടിയുടെ മരണം എങ്ങനെയാണ് ജനങ്ങൾക്ക് മാതൃകയാകുന്നതെന്ന് ഈ ബോധമില്ലാത്ത ഗവർണർ മറുപടി പറയണം. ഏതെങ്കിലും PSമാർ എഴുതി കൊടുക്കുന്ന കുറിപ്പുകൾ വന്ന് തട്ടിവിടുന്നതിന് മുമ്പ് എന്താണ് ഇലവന്മാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, അത് സത്യമാണോ, അത് കേട്ടാൽ ജനങ്ങൾ തള്ളക്കി വിളിക്കുമോ എന്നൊക്കെ ഗവർണർമാർ ആലോചിക്കണം. വണ്ടി കയറ്റി കൊന്നാലും സഭയുടെ ചട്ടക്കൂട് വെച്ച് എങ്ങനെ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം, എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മുണ്ണക്കുഞ്ഞുങ്ങൾ വന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരപേക്ഷയേ ഉള്ളൂ, മതി, നിർത്തുക. എത്രയും വേഗം KP യോഹന്നാനെ കൊണ്ട് കുഴിച്ചിടുക. ആ ശവം അഴുകാനെങ്കിലും അനുവദിക്കൂ. അത് ഒരു മൃതദേഹത്തിൻ്റെ ന്യായമായ അവകാശമാണ്. പ്ലീസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.